കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും എന്ന ഈ പഠന പരമ്പരയുടെ 124ാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. സഭാഭരണക്രമം സഭയിലും ചരിത്രത്തിലും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഈ ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സഭാഭരണക്രമം സഭയിലും ചരിത്രത്തിലും എന്നുള്ള വിഷയം വാസ്തവത്തില് ഒരുപക്ഷെ ചില സംശയങ്ങൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് തോന്നാം. ലോകത്തിന്റെ സൃഷ്ടി, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച ഭൂമിയിലാക്കുന്ന നാൾ മുതൽ നാം നോക്കിയാൽ ഈ ഭരണക്രമം എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായിരുന്ന ഒരു കാര്യമാണ്. ആദിമ മനുഷ്യരായിരിക്കുന്ന ആദാമിനും ദൈവം ഭരിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ഒരു വാഴ്ച നൽകിയാണ് അവനെ അയച്ചത്, അവനെ ആക്കിയത് എന്ന് കാണുവാനായിട്ട് കഴിയും. നല്ല ഭരണമില്ലാത്തിടത്ത് അരാജകത്വം വന്നതായിരിക്കുന്ന ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ അരാജകത്വം നിലനിന്നതായിരിക്കുന്ന സംഭവങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ പരിപാടിയാകുന്ന സഭയിൽ അങ്ങനെയെങ്കിലും ഒരു ഭരണക്രമം ഉണ്ടോ? ദൈവം അങ്ങനെ സഭയിൽ ഒരു ഭരണക്രമം വെച്ചിട്ടുണ്ടോ? സഭയിലെ ഭരണക്രമത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല ഭരണക്രമം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദൈവവചന പ്രകാരമുള്ള ഒരു ഭരണക്രമം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് പ്രിയ സുനിൽ ഇബ്രാഹിം സോഹനിൽ കൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ ആ നിലയിൽ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ നാം നോക്കിയാൽ നമ്മുടെ രക്ഷയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവശാസ്ത്രം എല്ലാം വളരെ വ്യക്തമായ ഉപദേശങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സഭയിൽ നടക്കേണ്ടതായിരിക്കുന്ന ഭരണത്തെക്കുറിച്ച് പ്രായോഗികമായിരിക്കുന്ന, സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യരുടെ കൂട്ടമാണ്, വിശ്വാസികളുടെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ മനുഷ്യരുടെ ഇടയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്രമമാണല്ലോ ഈ ഭരണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ദൈവവചനത്തില് അങ്ങനെ വളരെ വ്യക്തമായ ഒരു മാനദണ്ഡം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവവചനത്തിൽ എന്താണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതല്ല, പ്രായോഗികമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, ക്രമീകരണങ്ങളെക്കുറിച്ച് ഏതെല്ലാം നിലയിലുള്ള മാറ്റങ്ങൾ സാധ്യമാണ്? ചരിത്രത്തിൽ അത് സാധ്യമായോ? അങ്ങനെ സാധ്യമായത് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? ചരിത്രത്തിൽ ഈ ഭരണക്രമം എങ്ങനെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കി? അത് കൈമോശം വന്നോ? അത് ഇന്നും നിലനിൽക്കുന്നുണ്ടോ? എന്നുള്ള ഇത്യാദി വിഷയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് വിശകലനം ചെയ്യുവാൻ, കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനമാക്കി കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ആ വിഷയത്തെ നമുക്ക് കേൾക്കാം. ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നേരത്തെ നമുക്ക് അറിയിപ്പ് കിട്ടിയതുപോലെ പാലക്കുഴയിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന മിഷണറി ആയിരിക്കുന്ന പ്രിയ സുനിൽ ഇബ്രാഹിം ബ്രദറാണ്. ക്ലാസ്സിലേക്ക് പ്രിയ സുനിൽ ഇബ്രാഹിം സഹോദരനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പഠന പരമ്പരയിൽ നാം ധാരാളം വിഷയങ്ങൾ ഇതിനോടകം പഠിച്ചു, ചർച്ച ചെയ്തു. നമുക്ക് ഇന്ന് സഭാഭരണക്രമം എന്നുള്ളതായിരിക്കുന്ന ഈ വിഷയം ലോകത്തിലെ ക്രൈസ്തവ ഗോളത്തിൽ, വിശ്വാസ ഗോളത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ഐക്യത ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകത്തിൽ പല ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ ഈ ഒരു ആശയത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പരസ്പരം വിഘടിച്ചു നിൽക്കുന്നവരും പരസ്പരം അറിയപ്പെടുന്നവരുമായിട്ട് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഭരണം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന, ദൈവം ഈ ഭൂമിയുടെ നിലനിൽപ്പിനും മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്കുമായി അതിലൂടെ തന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് നൽകിയതായിരിക്കുന്ന ആദ്യത്തെ ഉത്തരവാദിത്വം തന്നെ ഭരിക്കുക എന്നുള്ളതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, വാഴുക, ഭരിക്കുക അല്ലെങ്കിൽ വാഴുക എന്നാണ് പറയുന്നത്. സകലത്തെയും അടക്കി വാഴുക. അപ്പൊ ഈ വാഴുക എന്നുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം മനുഷ്യൻ ആരംഭിച്ചത്. എന്തിനാണ് ദൈവം അങ്ങനെ മനുഷ്യനെ ഈ വാഴാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? അതെന്തിനെന്ന് ചോദിച്ചാൽ
സകല സൃഷ്ടിയെയും, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ആകാശത്തിലെ പറവകളുടെ മേൽ, ഭൂമിയിലെ സകല വിധത്തിലുമുള്ള ജന്തുജാലങ്ങളുടെ മേൽ, സമുദ്രത്തിലുള്ളതായിരിക്കുന്ന ജീവികളുടെ മേൽ, സകലത്തിന്റെയും മേൽ അവൻ അധികാരം കൊടുത്തിട്ട് അവനോട് ഇതിനെല്ലാം അടക്കി വാഴുക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ഭൂമിയെ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ക്രമീകൃതമായ വിധത്തിൽ ഭരിക്കുക, വാഴുക. അതെന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയായിരുന്നു. ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് വിട്ടത്. എന്നാൽ നമുക്കറിയാം, പാപത്തിലകപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ തുടക്കം മുതലേ തന്നെ പരാജയപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ അവൻ പരാജയപ്പെട്ട് ദൈവം വിഭാവനം ചെയ്തതുപോലെയുള്ളതായിരിക്കുന്ന ഒരു വാഴ്ച നടത്തുവാൻ കഴിവില്ലാതെ പാപത്തിന് അടിമപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ അതിനുശേഷം ഇങ്ങോട്ടുള്ള മാനവ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ വാഴ്ചയിൽ പാപത്തിൻ്റെതായിരിക്കുന്ന സ്വാധീനം ഏതെല്ലാം വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ദോഷം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു ദൈവീക ക്രമീകരണമാണ് ഭരണം എന്ന് പറയുന്നത്. ഭരണവും അധികാരവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണല്ലോ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട്. കുടുംബത്തിലും സഭയിലും ഈ ദൈവിക അധികാരം നടത്തുന്നതിലൂടെ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക, അദൃശ്യനായിരിക്കുന്ന ദൈവം ആരെന്നുള്ളതും ആ ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്നുള്ളതും ഈ ലോകം അറിയുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യൻ ദൈവത്തിനു വേണ്ടി വാഴുന്നതിലൂടെയാണ്. അത് കുടുംബത്തിലൂടെയാണ് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇന്ന് ദൈവത്തിന്റെ വാഴ്ച, ദൈവത്തിന്റെ രാജ്യം എന്ന് നമ്മൾ പറയുന്നത് കർത്താവിന്റെ സഭയിലൂടെ ഇന്ന് ആ പരിപാടി ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഭ ദൈവത്തിന്റെ ഉദ്ദേശ നിവൃത്തിക്കനുസരിച്ച് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ദൈവം അതിനൊരു ക്രമീകരണം തീർച്ചയായിട്ടും സഭയ്ക്ക് വെച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ആ ക്രമീകരണം എന്താണ്? ആ ക്രമീകരണം എത്രമാത്രം അനിവാര്യമാണ്? ആ ക്രമീകരണത്തിൽ മനുഷ്യൻ്റെതായിരിക്കുന്ന കൈകടത്തലുകളും വെള്ളം ചേർക്കലുകളും ഒക്കെ മനുഷ്യൻ എപ്രകാരം നടത്തിയിട്ടുണ്ട്? അത് നടത്തിയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷം മാനവകുലത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിപാടിക്ക്, ക്രിസ്തീയ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഏതെല്ലാം വിധത്തിലാണ് ഈ ക്രമീകരണത്തെ മനുഷ്യൻ ഇന്ന് നടപ്പിൽ വരുത്തുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഫലപ്രദമായിരിക്കുന്ന ഒരു സഭാ ഭരണക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിനു വേണ്ടിയാണ്? ഒരു സഭയെ അതിന്റെ മുഴുവൻ സാധ്യതകളും വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് സജ്ജമാക്കുവാൻ വേണ്ടിയാണ് ദൈവം സഭയ്ക്ക് ഒരു ഭരണക്രമം നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിച്ച് സഭയിലൂടെ ആ വ്യക്തിയെ വളർത്തി ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്നതിൽ സഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു സഭ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണല്ലോ ഈ ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട്, ദൈവം ആഗ്രഹിച്ചതുപോലെ നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ സഭാഭരണക്രമത്തിന്റെ ഒരു ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി മനുഷ്യനെ സജ്ജമാക്കുക. അതിന് ദൈവം ഇന്ന് സഭയാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം സഭ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ടുള്ള ഒരു ക്രമീകരണവും ദൈവം സഭയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ ക്രമീകരണം ഉള്ളപ്പോൾ തന്നെ ക്രമീകരണത്തിനാണോ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. പീപ്പിൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്ട്രക്ചർ ഓർ പ്രോഗ്രാംസ് എന്ന് പൊതുവെ പറയാറുണ്ട്, അല്ലെ? മനുഷ്യനാണ് കൂടുതൽ പ്രാധാന്യം. നാം എന്താണ്, ഒരു ക്രമീകരണം ഉണ്ടാക്കി ആ ക്രമീകരണത്തിന്റെ ഉള്ളിൽ മനുഷ്യനെ
തളച്ചിടുന്നതായിരിക്കുന്ന ഒരു സ്ഥിതി വരാനായിട്ട് പാടില്ല. ചില സഭാഭരണക്രമങ്ങളൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം അപ്പാടെ എടുത്തു കളഞ്ഞിട്ട് മനുഷ്യനെ കൂച്ചുവലങ്ങിട്ട് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഭരണ സംവിധാനങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ കർത്താവിന്റെ സഭയിലെ ഓരോ വ്യക്തിയും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് അറിവുള്ളവരും അതിനുവേണ്ടി സജ്ജരാകേണ്ടതും ഈ ഭരണ ക്രമീകരണത്തിന്റെ ഒരു ലക്ഷ്യമാണ്. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദാനങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിന് ശേഷം നമ്മൾ വായിക്കുന്നത് അതായത് ഈ ദാനം എന്തിനാ കൊടുത്തിരിക്കുന്നത്, ഈ ദാനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ വായിച്ചു ചെല്ലുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളായതുകൊണ്ട് ഞാനത് ഇനി വായിക്കാനായിട്ട് സമയം മാറ്റിവെക്കുന്നില്ല. അപ്പോൾ ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടി ഓരോ വിശ്വാസികളെയും സജ്ജരാക്കുക. അപ്പൊ അതിനുവേണ്ടി ദൈവം സഭയിൽ വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടെന്നാണ് ആ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്. ഈ ക്രമീകരണങ്ങൾ ഇല്ലാതെ ഇത് നടക്കുമോ? ഈ ക്രമീകരണങ്ങൾ ആണ് ദൈവം അതിന് വെച്ചിരിക്കുന്ന വഴി എന്ന് പറയാം. ഓരോ വിശ്വാസിയെയും സജ്ജരാക്കുക, അതിന് വ്യക്തമായിരിക്കുന്ന ഒരു ഭരണക്രമം അനിവാര്യമാണ് എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരെയും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാനായിട്ട് നിയുക്തരാക്കുന്നത് ഈ ഭരണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ. എപ്പോഴും ഭരണത്തിൽ ഒരു അധികാരമുണ്ട്. അധികാരം എല്ലാം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഒരു അധികാരം, അതിന്റെ ഒരു ക്രമീകരണമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് നാം ആളുകളെ ശുശ്രൂഷിക്കുന്നു. അധികാരം എപ്പോഴും ആളുകളെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ്, ആളുകളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. ആ ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടി എന്നാണല്ലോ നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷയിലൂടെ ആളുകളെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുകയാണ്. രക്ഷയുടെ ഉദ്ദേശം, ഒരു മനുഷ്യനെ ദൈവം രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം. റോമാലേഖനം 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് അവൻ തന്റെ പുത്രൻ അനേക പുത്രന്മാരിൽ ആദിജാതനാകേണ്ടതിന്. അപ്പോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ രക്ഷിച്ച് അവനെ സഭയിൽ ആക്കുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട ഒരാള് സഭയോട് ചേർക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അനുസരിച്ച് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരാള് രക്ഷിക്കപ്പെട്ടാൽ അവനെ കർത്താവ് ചേർക്കുന്നത് സഭയിലേക്കാണ്. അപ്പൊ സഭയില്ലാതെ ഒരു വിശ്വാസിക്ക് നിലനിൽക്കാനായിട്ട് കഴിയില്ല. അവിടെ സഭയിലേക്ക് ചേർത്തു എന്ന് പറയുന്നതിൽ യെരൂശലേമിലെ സഭയും ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാം. ദൈവം മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഓരോ മനുഷ്യനെയും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ദേശമാണ്, ഒരു പദ്ധതിയാണ് കർത്താവിനുള്ളത്. ഈ പദ്ധതിയുടെ നിവൃത്തിക്കായിട്ട് അവനെ സഭയുടെ ഭാഗമാക്കുകയാണ്, അവനെ സഭയിലേക്ക് കർത്താവ് ചേർക്കുകയാണ്. എന്നിട്ട് കർത്താവ് സഭയ്ക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. സഭയിൽ അവനെ എങ്ങനെയാണ് പക്വതയിലേക്ക് വളർത്തുന്നത്, അവനെ എങ്ങനെയാണ് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കുന്നത്, ആ പ്രവൃത്തി സഭാഭരണക്രമത്തിലൂടെയാണ് നടക്കേണ്ടത്. അപ്പൊ സഭ എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളതാണ്. സഭ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോ വചനപ്രകാരമുള്ള ഒരു സഭാഭരണ ക്രമീകരണം ആവശ്യമാണ്. ആ ക്രമീകരണത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ കണ്ടു. ഐക്യത എന്നുള്ളതായിരിക്കുന്ന ഒരാശയം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക, ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരെയും എൻകറേജ് ചെയ്യുക, പ്രാപ്തിപ്പെടുത്തുക. ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു പരിശീലനം നൽകുക. വളരുന്ന ഒരു സമൂഹമായിട്ട് ഒരു സഭ എങ്ങനെ രൂപപ്പെട്ടു വരിക എന്നുള്ളതാണ് ഈ ക്രമീകരണത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ക്രമീകരണം ഉള്ളത് കൊണ്ട് ഇതൊക്കെയാണ് നടക്കേണ്ടത്.
ലോകത്തിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് സഭയുടെ വളർച്ച നടന്ന കാലഘട്ടം ദൈവവചനപ്രകാരം ഏറ്റവും ഐഡിയലായ നിലയിൽ കർത്താവിന്റെ സഭ വളർന്നതും പ്രവർത്തിച്ചതും അപ്പോസ്തോലിക കാലത്താണ്, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലാണ് എന്നുള്ളത് നാം എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സഭ അതിന്റെ മിഷൻസ് ശക്തമായ നിലയിൽ നിവർത്തിച്ചത് വചനപ്രകാരമുള്ള ഒരു സഭാഭരണ ക്രമീകരണം നിലനിന്നിരുന്ന ഒരു കാലത്താണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഭരണ ക്രമീകരണം ഉള്ളത് കൊണ്ടാണോ ഇതൊക്കെ നടന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭരണ ക്രമീകരണം ഇല്ലായിരുന്നുവെങ്കിൽ സഭ ഇങ്ങനെ വളരുകയില്ലായിരുന്നോ? ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കുവാനായിട്ട്. ഒരു സഭാഭരണ ക്രമീകരണം കർത്താവ് നൽകി, അത് അപ്പോസ്തലന്മാര് പഠിപ്പിച്ചു, അവരത് പ്രാക്ടീസ് ചെയ്തു, അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകി. അപ്പോൾ ഒരു സഭ എങ്ങനെ നിലനിൽക്കണം, ഒരു സഭ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അതിന് ദൈവം ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട്. ആ ക്രമീകരണമാണ് സഭയെ ഏറ്റവും ശക്തിയോടെ നിലനിർത്തിയതും വളർത്തിയതും എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെ നൂറ്റാണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുശേഷം വചനത്തിൽ നിന്ന് ക്രിസ്തീയ സമൂഹം, ക്രിസ്തീയ സഭ വ്യതിചലിച്ചു പോയി. ഈ വ്യതിചലിച്ചു പോയ കാലത്തും സഭകൾ വളർന്നില്ല എന്ന് ചോദിച്ചാൽ വളർന്നു. സഭകൾ ഈ 20 നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ സഭകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ സഭകൾ വളർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഭരണക്രമീകരണങ്ങൾ ഒരേപോലെ അല്ല എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഭരണക്രമീകരണമല്ല 2-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ക്രിസ്തീയ സഭയിൽ കാണുന്നത്, ക്രിസ്തീയ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അതിങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നപ്പോൾ പല രൂപത്തിൽ, പല ഭാവത്തിലേക്ക് അത് മാറി മാറി വരികയാണ് ചെയ്തത്. പക്ഷെ അവിടെയൊക്കെ സഭകൾ, ക്രിസ്തീയ സഭ എന്ന പേരിൽ ഒരു സമൂഹ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്, വളരുന്നുണ്ട്. എന്നാൽ ഭരണക്രമത്തിൽ വ്യത്യാസമുണ്ട് താൻ. അപ്പോൾ സഭയുടെ ഭരണക്രമത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക് അത് എത്രമാത്രം പ്രസക്തമാണെന്ന് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ചില ഭരണക്രമം വളരെ ശക്തമായിരുന്നു, അത് വളരെ വിജയകരമായിരുന്നു. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായിരിക്കുന്ന ചില ഭരണ ക്രമീകരണങ്ങൾ വളരെ ശക്തമാണ്. അതുപോലത്തെ ഭരണ ക്രമീകരണം മറ്റ് സമൂഹങ്ങൾക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് അവരുടെ ഒരു വലിയ വിജയമായിട്ടാണ് അവര് കണക്കാക്കുന്നത്. പലരും അതിനെ ഒരു വിജയമായിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ക്രമമില്ലാതെ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തെങ്കിലും ഒരു ഭരണ ക്രമീകരണം ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഭരണ ക്രമീകരണം നാം ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്, അതോ കർത്താവ് നൽകിയതായിരിക്കുന്ന വചനാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ഭരണ ക്രമീകരണം നാം മനസ്സിലാക്കി അത് നാം അതിനോട് വിശ്വസ്തത പുലർത്തി ആദിമസഭയിൽ അപ്പോസ്തലന്മാർ അപ്പോസ്തോലിക കാലത്ത് അത് പ്രാക്ടീസ് ചെയ്തതുപോലെ നാം ഇന്നും അത് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ സഭയുടെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന വളർച്ചയ്ക്കുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്? വചനത്തിൽ നിന്ന് അകന്നതായിരിക്കുന്ന ക്രിസ്തീയ സമൂഹം അവർക്ക് യുക്തമെന്ന് തോന്നിയ നിലയിലുള്ളതായിരിക്കുന്ന ഭരണക്രമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഭരണക്രമീകരണത്തിന് അവരൊരു ബൈബിൾ പരിവേഷം നൽകാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്തത്. അവരാദ്യം ഒരു ഭരണക്രമീകരണം ഉണ്ടാക്കി. പിന്നെ ഈ ഭരണക്രമീകരണമൊക്കെ 1-ാം നൂറ്റാണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് വ്യതിചലിച്ചു പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, 1-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ലല്ലോ അതിനുശേഷം വന്ന കാലത്ത് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ സാഹചര്യം മാറി മാറി വരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ വ്യവസ്ഥിതികൾക്ക് മാറ്റം വരുന്നു. നവീന ആശയങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യന്റെ ചിന്താധാരകൾക്ക് വ്യത്യാസം വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വ്യത്യാസങ്ങളെല്ലാം ഈ ഭരണ ക്രമീകരണങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കോൺഗ്രിഗേഷണലിസം എന്നുള്ളതായിരിക്കുന്ന ഒരു ഭരണക്രമത്തെ കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ടെങ്കിലും ഞാൻ അതിനെ കുറിച്ച് പറയും. അപ്പോൾ അതിൽ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകം എന്തെന്ന് ചോദിച്ചാൽ ഡെമോക്രസി എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം. ഡെമോക്രസി പണ്ടും ഉണ്ടെങ്കിലും ഇന്ന് ലോകത്തിൽ കാണുന്നത് പോലെ ഒരു ഡെമോക്രസി പുരാതന ലോകത്തില്ലല്ലോ. രാജഭരണമാണ് മിക്ക രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. എന്നാൽ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെട്ടതോടുകൂടെ മനുഷ്യന്റെ അധികാരത്തെ സംബന്ധിച്ചും ഭരണത്തെ സംബന്ധിച്ചുമൊക്കെ ഉള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു.
അപ്പോൾ ആ വ്യത്യാസങ്ങൾ സഭയിലെ ഭരണക്രമീകരണത്തിലേക്കും കടന്നു വന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഭരണക്രമീകരണങ്ങൾ പല രൂപത്തിൽ പല വിധത്തിൽ ക്രിസ്തീയ സഭയിൽ കടന്നു കയറിയത്. അപ്പൊ വചനത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ മനുഷ്യന്റെ ലോകത്തിലുള്ളതായിരിക്കുന്ന അവന്റെ ഫിലോസഫികളും അവന്റെ തത്വശാസ്ത്രങ്ങളും അവന്റെ ചിന്താധാരകളും ലോകത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളുടെ സ്വാധീനങ്ങളും ഒക്കെ ഈ പല സഭാഭരണക്രമങ്ങൾ രൂപപ്പെട്ടു വരുന്നതിൽ കാരണമായിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യൻ രൂപപ്പെടുത്തി എടുത്തതായിരിക്കുന്ന ഈ ഭരണക്രമീകരണങ്ങൾക്കൊക്കെ ബൈബിളിലെ ഏതെങ്കിലുമൊക്കെ വാക്യങ്ങളും ബൈബിളിലെ പാറ്റേണും ബൈബിളിലെ രീതികളും ഒക്കെ ആയിട്ട് അതിനെ സംയോജിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് പിന്നീട് ഈ തിയോളജിയന്മാര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആശയങ്ങൾ രൂപപ്പെടുത്തിയതായിരിക്കുന്ന ആളുകൾ ശ്രമിച്ചത്. അപ്പോൾ അവർക്ക് അതിന്റെ അനുയായികൾക്ക് ഇത് ബിബ്ലിക്കലാണല്ലോ, ഇത് ബൈബിളിൽ കാണുന്നതാണല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു സംതൃപ്തി അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അതെല്ലാ ഭരണക്രമീകരണത്തിലും ഉണ്ടല്ലോ അങ്ങനെ ഒരു സംതൃപ്തി. അത് ബൈബിളിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പര്യാപ്തമായിരിക്കുന്ന അറിവില്ലാത്തത് കൊണ്ടും ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവില്ലാത്തത് കൊണ്ടും വേദശാസ്ത്രത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടുമൊക്കെയാണ് മനുഷ്യര് അവരവരുടെ സൗകര്യം അനുസരിച്ച് അവനവന്റെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന വിധത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളെ സ്വീകരിച്ചത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക സഭയിൽ നിലനിന്നിരുന്നതായ ആ ഭരണ ക്രമീകരണം സഭയെ വളരെ വളർച്ചയിലേക്കും വിശുദ്ധന്മാരെ കുറിച്ച് വിശ്വാസികളെ കുറിച്ച് ദൈവം വിഭാവനം ചെയ്തതായിരിക്കുന്ന ആ പദ്ധതിയുടെ നിവൃത്തിയിലേക്കും സഭയെ നയിച്ച ഒരു സംവിധാനമായിരുന്നു വചനാധിഷ്ഠിതമായിരിക്കുന്ന സഭയുടെ ഭരണ ക്രമീകരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ അതങ്ങനെ ഊന്നി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് 2-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടായതായിരിക്കുന്ന പല ഭരണക്രമങ്ങളാണ് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പല ഭരണക്രമങ്ങള് ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടായി. ഏതൊക്കെ നിലയിലാണ് ബൈബിളിൽ നിന്ന് ഈ ഭരണക്രമീകരണങ്ങൾ അകന്നു പോയത്, അത് ഏതൊക്കെ നിലയിൽ അകന്നു പോയി, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന്റെ നന്മകൾ എന്തൊക്കെയാണ് ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭരണക്രമീകരണങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന നന്മയുമുണ്ട്, ദോഷവുമുണ്ട്. എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ദൈവവചനപ്രകാരമുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾക്ക് ദോഷമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം ദൈവം തന്നതായിരിക്കുന്ന ഒരു ക്രമീകരണത്തിന് ഒരിക്കലും ഒരു ദോഷം വരികയില്ല. എന്നാൽ മനുഷ്യൻ അത് കൈകാര്യം ചെയ്യുന്നതിൽ മനുഷ്യന് പരാജയം സംഭവിച്ചതുകൊണ്ടുണ്ടായ ദോഷങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടായതായിരിക്കുന്ന പല പ്രബലമായിരിക്കുന്ന ഭരണക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 2-ാം നൂറ്റാണ്ട് മുതൽ പതുക്കെ ക്രിസ്തീയ സഭ, ക്രിസ്തീയ സമൂഹം ദൈവവചനാധിഷ്ഠിതമായിരിക്കുന്ന ഭരണ ക്രമീകരണത്തിൽ വെള്ളം ചേർക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഉണ്ടായി വന്നതായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ആദ്യത്തെ ഒരു ക്രമീകരണത്തെയാണ് എപ്പിസ്കോപ്പൽ ഭരണരീതി എന്നാണ് വിളിക്കുന്നത്. എപ്പിസ്കോപ്പൽ എന്നുള്ളതായിരിക്കുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പൊതുവെ സഭകളെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്നും പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്നും പൊതുവെ ക്രിസ്തീയ ഗോളത്തെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. അതിൽ തന്നെ വീണ്ടും പല തിരിവുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ എപ്പിസ്കോപ്പൽ സിസ്റ്റമാണ് ഈ തിരുവഴുത്തിൽ നിന്ന് വ്യതിചലിച്ച് ആദ്യം ക്രിസ്തീയ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നതായിരിക്കുന്ന ഒരു ഭരണ ക്രമീകരണം, ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ എപ്പിസ്കോപ്പൽ സിസ്റ്റമാണ്. ഈ എപ്പിസ്കോപ്പൽ സിസ്റ്റം തന്നെ പല രൂപത്തിലുണ്ട്. എല്ലാ എപ്പിസ്കോപ്പൽ സിസ്റ്റവും ഒരേപോലെയല്ല. എല്ലാവരും വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് ഒരേ രീതിയല്ല. അവിടെ തന്നെ വ്യത്യാസങ്ങളുണ്ട്. എപ്പിസ്കോപ്പൽ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഇന്ന് ക്രിസ്തീയ ലോകം എന്ന് വിളിക്കുന്നതായിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ എപ്പിസ്കോപ്പൽ ഭരണരീതി ഫോളോ ചെയ്യുന്നതായിരിക്കുന്ന റോമൻ കാത്തലിക് സിസ്റ്റമാണ്, അല്ലെങ്കിൽ പേപ്പൽ സിസ്റ്റം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ മോണാർക്കിക്കൽ ഒരു എപ്പിസ്കോപ്പസി എന്നും അതിനെ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വിളിക്കാറുണ്ട്.
അപ്പൊ ഈ പേപ്പൽ സംവിധാനം അതെന്താണെന്നുള്ളത് ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊക്കെ വളരെ പരിചയമുള്ളതായിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായിരിക്കുന്ന ഒരു ക്രിസ്തീയ സഭാ ഭരണക്രമം എന്ന് പറയുന്നത് ഈ സിസ്റ്റമാണെന്ന് നമുക്കറിയാം. ഈ സിസ്റ്റം ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ലോകത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയതായിരിക്കുന്ന വേറൊരു സിസ്റ്റം ഇല്ല എന്ന് നമുക്കറിയാം. ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ചതും ഇത്രയേറെ മനുഷ്യർ ആ സ്വാധീന വലയത്തിൽ വന്നതുമായിരിക്കുന്ന വേറെ ഒരു സിസ്റ്റവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് ആ സിസ്റ്റത്തിന്റെ ഒരു ഭയങ്കര വിജയമല്ല എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ആ സിസ്റ്റം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തോലിക അധികാരം ഇന്നും തുടരുന്നു എന്നാണല്ലോ അവർ പറയുന്നത്. സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന അധികാരം അത് അപ്പോസ്തോലന്മാരിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. ആ അപ്പോസ്തോലന്മാരുടെ അധികാരം അതേപോലെ തന്നെ ഇന്നും തുടരുന്നുണ്ട്. അപ്പോസ്തോലന്മാരിൽ പ്രമാണിയായിരുന്ന പത്രോസ്, ആ അധികാരം, പത്രോസ് ആയിരുന്നു ഇവരുടെ തലവനായിരുന്നയാള്. അങ്ങനെ പത്രോസിൽ നിന്ന് ആ അധികാരം കൈമാറി ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ ആ അധികാരം എത്തിച്ചേർന്നു എന്നാണല്ലോ അവർ വിശ്വസിക്കുന്നത്. അതിനവര് ചില ചരിത്ര രേഖകൾ എന്നൊക്കെ പറഞ്ഞ ചില രേഖകളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അദൃശ്യ സഭയുടെ തലവൻ എന്നുള്ള നിലയിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും ദൃശ്യസഭയുടെ തലവൻ എന്നുള്ള നിലയിൽ ഈ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാള് പോപ്പ് എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ദൃശ്യസഭയുടെ തലവനാണെന്നും എന്നാൽ അദൃശ്യസഭയുടെ തലവൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് എന്നുമാണ് അവര് വിശ്വസിക്കുന്നത്. ഈ നിലയിലേക്ക് സഭ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ, സഭയിലെ നേതൃത്വത്തിൽ ഇരുന്നവരെ മൂപ്പന്മാരെന്നും ബിഷപ്പുമാരെന്നും വിളിക്കുന്ന വാക്കുകള്, പ്രയോഗങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലും അതുപോലെ പുതിയ നിയമത്തിന്റെ മറ്റു പല പുസ്തകങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ മൂപ്പന്മാരെന്നും അതുപോലെ അധ്യക്ഷന്മാരെന്നും അല്ലെങ്കിൽ ബിഷപ്പുമാരും അല്ലെങ്കിൽ ഓവർസിയേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. ഈ ബിഷപ്പുമാരും മൂപ്പന്മാരും അധ്യക്ഷന്മാരൊക്കെ ഒരേ കാറ്റഗറിയിലുള്ള ആളുകളെ അവർ ചെയ്യുന്നതായിരിക്കുന്ന ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചിരുന്ന പല പേരുകളായിരുന്നു അത്. എന്നാൽ 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മൂപ്പന്മാരും ബിഷപ്പുമാരും രണ്ട് ചേരികളായിട്ടങ്ങ് മാറി. ബിഷപ്പുമാര് കൂടുതൽ അധികാരമുള്ള ഒരു സ്ഥാനമായിട്ടങ്ങ് രൂപപ്പെട്ടു. അത് പിന്നീട് പല സഭകളുടെ മേൽ അധികാരമുള്ള ഒരു സ്ഥാനമായിട്ട് ബിഷപ്പ് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു സ്ഥാനം രൂപപ്പെട്ടു വന്നു. പിന്നീട് ചരിത്രം നമുക്കറിയാം. അത് പിന്നെ വന്ന് പല സഭകളുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തി പല ഡയോസിസിന്റെ പല ഇടവകകളുടെ മേൽ അല്ലെങ്കിൽ പല രൂപതകൾ, ഭദ്രാസനങ്ങൾ എന്നൊക്കെ പറയും. അപ്പൊ പല രൂപതകളുടെ മേൽ അധികാരമുള്ള വ്യക്തിയായിട്ട്, അത് ബിഷപ്പുമാരുടെ ഇടയിൽ നിന്ന് ഒരു ബിഷപ്പ്, സീനിയർ ആയിരിക്കുന്ന ഒരു ബിഷപ്പ്, പക്വതയുള്ളതായിരിക്കുന്ന ഒരു ബിഷപ്പ് കൂടുതൽ അധികാരമുള്ള ആളായിട്ട് അങ്ങനെ ക്രമേണ മാറി. അങ്ങനെയാണല്ലോ ഈ ഒരു സിസ്റ്റം രൂപപ്പെട്ടു വന്നതെന്ന് നമുക്കറിയാം. പിന്നെ ആ സിസ്റ്റം രൂപപ്പെട്ടു വന്നതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് ഈ സിസ്റ്റം കൂടുതൽ ശക്തിപ്പെട്ടു വന്നു. രാഷ്ട്രീയ അധികാരവും സഭയിലെ അധികാരവും കൂടെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു ക്രമീകരണമൊക്കെ വന്നു. അങ്ങനെ വന്ന് പോപ്പ് എന്നുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനം ഏറ്റവും കരുത്തുള്ള ഒരു സ്ഥാനമായിട്ട്, ഒരു പദവിയായിട്ട് വരികയും അതിന്റെ ഒപ്പം തന്നെ പാത്രിയർക്കീസ് എന്നുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനം, മെത്രാപ്പോലീത്തമാര്, പാത്രിയർക്കീസ് എന്നുള്ള ഒരു സ്ഥാനം, ഈ ലെവലിലേക്ക് ഇത് രൂപപ്പെട്ടു വന്നു. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും ആയിട്ട് ഈ സിസ്റ്റം അങ്ങനെ ശക്തിപ്പെട്ടു വന്ന് അവര് തമ്മിൽ വഴക്കായി. അങ്ങനെ അവര് തമ്മിൽ വേർപിരിഞ്ഞ് ഈ സിസ്റ്റം അങ്ങനെ ലോകത്തിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് മാറി എന്നുള്ളതായിരിക്കുന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്, ഈ സിസ്റ്റത്തില് തിരുവായ്ക്ക് എതിരും വായില്ല, എതിർമൊഴി ഇല്ല എന്ന് പറയുന്നത് പോലെ അവിടെ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന് പിന്നെ അപ്പീലില്ല. പ്രത്യേകിച്ച് പോപ്പ് എടുക്കുന്ന തീരുമാനത്തിന് തെറ്റാവരമുണ്ടെന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം അവർ രൂപപ്പെടുത്തിയത് കൊണ്ട് ആ ഒരു തീരുമാനത്തിന്റെ കീഴിൽ, ആ ഭരണത്തിന്റെ കീഴിൽ ആ സിസ്റ്റം വളരെ ശക്തമായിട്ട്, വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ പറയും, ഈ ഒരു സിസ്റ്റം വളരെ നല്ലൊരു സിസ്റ്റം അല്ലേ, ഒരു ഭരണ ക്രമീകരണം വളരെ സക്സസ്ഫുള്ളി, വളരെ വിജയകരമായിട്ട് ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ വിജയമായിട്ട് അതിനെ ആളുകൾ കാണാറുണ്ട്. എന്നാൽ ഈ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്താൽ അതിൽ ദൈവവചനപ്രകാരം ഉള്ളതായിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് തെറ്റുകൾ കടന്നുകൂടിയത് എന്നൊക്കെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ നമുക്കറിയാം. പിന്നെ ഈ എപ്പിസ്കോപ്പസിയില് കുറച്ചും കൂടെ എന്താണ് ഒരു താഴെയുള്ളതായിരിക്കുന്ന മറ്റൊരു എപ്പിസ്കോപ്പസി ക്രമേണ രൂപപ്പെട്ടു വന്നു. ഹിസ്റ്റോറിക്കൽ എപ്പിസ്കോപ്പസി എന്ന് വിളിക്കും അതിനെ. എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ സ്വഭാവം സംബന്ധിച്ചാണ് ഇവിടെ വ്യത്യാസമുള്ളത്. ഈ ആദ്യം പറഞ്ഞതായിരിക്കുന്ന ഈ പേപ്പൽ ഭരണ ക്രമീകരണവും ഈ ഹിസ്റ്റോറിക്കൽ എപ്പിസ്കോപ്പി, ഇതെല്ലാം എപ്പിസ്കോപ്പിക്ക് കീഴിലാണ് വരുന്നത്. എന്നാൽ ഈ എപ്പിസ്കോപ്പസി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ അവരുടെ അധികാരത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അതാണ് ഈ കൂട്ടർക്കുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവർക്ക് അപ്പോസ്തോലിക പിന്തുടർച്ച മറ്റവർ പറയുന്നത് പോലെ ഇല്ല. എന്നാൽ അപ്പോസ്തോലന്മാരുടെ കൈവെപ്പിനാൽ ലഭിച്ചതായിരിക്കുന്ന അധികാരം, അതാണ് ഇവിടെ ഇവര് പറയുന്നത്. ആദ്യത്തെ സിസ്റ്റത്തിൽ അവർ പറയുന്നത് അവര് മാത്രമേ ഉള്ളൂ ഏകസഭ എന്ന് പറയും. എന്നാൽ ഈ സിസ്റ്റത്തിൽ അവര് അങ്ങനെ ക്ലെയിം ചെയ്യുന്നവരല്ല. ഇവരാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ സത്യസഭ എന്നൊന്നും ഈ സിസ്റ്റത്തിൽ, ഈ ഹിസ്റ്റോറിക്കൽ എപ്പിസ്കോപ്പസി ഫോളോ ചെയ്യുന്നതായിരിക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങള് പൊതുവെ പറയാറില്ല. ഇവരുടെ ഇടയിൽ നിന്നാണ് ഈ ആംഗ്ലിക്കൻ സഭകള്, അതുപോലെ അമേരിക്കയിലൊക്കെ വളരെ പ്രബലമായിരിക്കുന്ന ഒരു സമൂഹമാണ് എപ്പിസ്കോപ്പേലിയൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം. അമേരിക്കയിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നും ചെലുത്തുന്നതായിരിക്കുന്ന ഒരു സമൂഹമാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ളതായിരിക്കുന്ന മാർത്തോമ സഭയൊക്കെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണ്. ഈ എപ്പിസ്കോപ്പസിയില് മൂന്നാമത് ഒരു വിഭാഗവും കൂടി ഉണ്ട്. അവര് സിമ്പിൾ എപ്പിസ്കോപ്പസിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റത്തില് അവർക്ക് ഈ മുകളിൽ പറഞ്ഞതായിരിക്കുന്ന ഈ രണ്ട് വിഭാഗക്കാരും പറയുന്നത് പോലെയുള്ള ഒരു സിസ്റ്റമല്ല. സഭയുടെ സുഗമമായിരിക്കുന്ന നടത്തിപ്പിന് വേണ്ടി വളരെ ലളിതമായിരിക്കുന്ന ഒരു ഭരണ ക്രമീകരണം, അതേ അവര് ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഭരണ ക്രമീകരണം മറ്റവര് പറയുന്നത് പോലെ എന്താണ് ഒരു മാറ്റവും വരുത്താൻ പാടില്ലാത്ത ക്രമീകരണമാണെന്നൊന്നും ഇവർ പറയില്ല. ഇവർ വളരെ ലളിതമായിരിക്കുന്ന നിലയിലുള്ള ഒരു ക്രമീകരണം ആണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഈ എപ്പിസ്കോപ്പസി ക്രിസ്തീയ സഭയിൽ ഒരു ഭരണക്രമമായിട്ട് രൂപപ്പെട്ട് വന്നു. ഈ വരവോടുകൂടെ ക്രിസ്തീയ സഭയ്ക്ക് ക്ഷീണമാണോ സംഭവിച്ചത്, അതോ ക്രിസ്തീയ സഭയ്ക്ക് വളർച്ചയാണോ സംഭവിച്ചത്? ക്രിസ്തീയ സമൂഹം എന്നുള്ള നിലയിൽ അതിന് വളരാനായിട്ട് സാധിച്ചുവെങ്കിലും ഒരു ദൈവവചനപ്രകാരമുള്ള ഒരു സഭ എന്നുള്ള നിലയിൽ അത് അധപ്പതിക്കുകയാണ് ചെയ്തത്. അപ്പൊ എപ്പിസ്കോപ്പസി എന്ന് പറയുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. അതൊരിക്കലും സഭയെ ദൈവവചനപ്രകാരം വളർത്തുന്ന ഒരു ക്രമീകരണം അല്ല. അത് മനുഷ്യരെ ഒരു സമൂഹമായിട്ട് കൂടുന്ന ഒരു സമൂഹത്തെ വളരെ ശക്തിയോടുകൂടെ വളരെ സിസ്റ്റമാറ്റിക്കലി ഉറപ്പിച്ച് നിലനിർത്തുന്നതായിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. പക്ഷെ ദൈവവചനപ്രകാരം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ സഭാഭരണക്രമം എന്ത് ഉദ്ദേശത്തോടുകൂടെ കർത്താവ് സഭയ്ക്ക് നൽകിയോ ആ ഉദ്ദേശത്തിന്റെ നിവൃത്തി ഈ ക്രമീകരണങ്ങളിലൂടെ നടന്നില്ല, നടക്കുകയുമില്ല. അതാണ് ഈ സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. പിന്നീട് ഉള്ളതായിരിക്കുന്ന വേറൊരു സിസ്റ്റമാണ് ഈ പ്രിസ്ബിറ്റേറിയനിസം എന്ന് പറയും. പ്രിസ്ബിറ്റേറിയൻ സഭകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിസ്ബിറ്റർ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന വാക്ക് മൂപ്പന്മാർ എന്നുള്ളതിനുള്ള മൂലവാക്കാണെന്നുള്ളത് നമുക്കറിയാം. മൂപ്പന്മാർക്കാണ് പ്രാധാന്യം. എന്നാൽ മൂപ്പന്മാരെ ഇവര് രണ്ടായിട്ട് തിരിച്ചു. പഠിപ്പിക്കുന്ന മൂപ്പന്മാരും ഭരിക്കുന്ന മൂപ്പന്മാരും. നന്നായി ഭരിക്കുന്നവർ എന്ന് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ വചനത്തിൽ അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നന്നായി ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നവരും ഭരിക്കുന്നവരും എന്ന മൂപ്പന്മാരെ രണ്ട് വിഭാഗമായിട്ട് ഇവരങ്ങ് കണക്കാക്കി. എന്നിട്ട് ഭരിക്കുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ടങ്ങ് മാറി. ഈ ഭരിക്കുന്ന മൂപ്പന്മാർക്ക് ആണ് സഭയുടെ അധികാരം അവരുടെ കയ്യിലായി. ഭരണത്തിലാണല്ലോ അധികാരമുള്ളൂ. അപ്പൊ ഈ ടീച്ചിങ്
മൂപ്പന്മാർ അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്ന മൂപ്പന്മാരെക്കാളും അധികാരവും സ്വാധീനവും ഈ ഭരിക്കുന്ന മൂപ്പന്മാർക്കായി. അതാണ് ഈ പ്രെസ്ബിറ്റേറിയൻ സിസ്റ്റത്തിലെ ഒരു രീതി എന്ന് പറയുന്നത്. ഭരിക്കുന്ന മൂപ്പന്മാർക്ക് ഈ മേൽക്കൈ വന്നതുകൊണ്ട് പഠിപ്പിക്കുന്ന മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഭരിക്കുന്ന മൂപ്പന്മാരാണ്. ഭരിക്കുന്ന മൂപ്പന്മാരാണ് തീരുമാനിക്കുന്നത് പഠിപ്പിക്കേണ്ടത് ആരാണ്, പഠിപ്പിക്കുന്ന മൂപ്പന്മാർ ആരാണെന്നുള്ളത്. പിന്നെ അവരുടെ ഇടയിൽ ഒരു സിസ്റ്റം അവരങ്ങ് രൂപപ്പെടുത്തി. ജോൺ കാൽവിന്റെയും ജോൺ നോക്സിന്റെ ഒക്കെ കാലത്ത് ഈ പ്രെസ്ബിറ്റേറിയൻ സിസ്റ്റം കൂടുതൽ ശക്തിപ്പെട്ടു. അവരൊക്കെയാണ് ഇതിന് ആരംഭം കുറിച്ചവരെ എന്ന് ക്രിസ്തീയ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോക്കൽ എൽഡേഴ്സിന് മുകളിൽ ഈ പ്രെസ്ബിറ്ററി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ളതായിരിക്കുന്ന മൂപ്പന്മാരുടെ ഒരു സംഘം. ലോക്കൽ ലെവലിലുള്ള മൂപ്പന്മാരുടെ മുകളിൽ ജില്ലാ തലത്തിലുള്ള ഡിസ്ട്രിക്ട് ലെവലിലുള്ളതായിരിക്കുന്ന ഒരു സംഘം തിരഞ്ഞെടുക്കപ്പെടും. അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു സിനഡ് ഉണ്ട്. ആ സിനഡിന്റെ മുകളിൽ ഒരു ജനറൽ അസംബ്ലി. അപ്പൊ ഈ രീതിയിലാണ് ഈ പ്രെസ്ബിറ്റേറിയൻ സഭയുടെ ഭരണക്രമം ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. നവീകരണ സഭകളില് ഈ ഒരു മോഡലാണ് പൊതുവെ സ്വീകരിച്ചിരുന്നത്. പേരിന് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇന്നിപ്പോ നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന ചില ക്രിസ്തീയ സഭാവിഭാഗങ്ങളിൽ, അതായത് വേർപെട്ടതെന്ന് നാം പറയുന്ന ചില ക്രിസ്തീയ സഭാവിഭാഗങ്ങളിലും ഈ ഒരു ഭരണക്രമമാണല്ലോ നമ്മൾ കാണുന്നത്. ലോക്കൽ പാസ്റ്റേഴ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, സ്റ്റേറ്റ് പ്രസിഡന്റ്. അപ്പൊ ഇത് ഈ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് മോഡറേറ്റർ ആണോ എന്നൊക്കെയുള്ള പേര് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വിളിക്കുമെങ്കിലും ഈ ഒരു ഭരണ ക്രമീകരണമാണ് ഇവരുടെയൊക്കെ ഇടയിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അപ്പൊ ഈ നിലയില് പ്രെസ്ബിറ്റേറിയനിസം ലോകത്തിൽ വളരെ പരക്കെ അത് സ്വാധീനം ചെലുത്തിയ ഒരു രീതിയായിട്ട് മാറി. സ്ഥലം സഭയുടെ അധികാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ക്രമീകരണത്തിന്. എന്നാൽ ആദ്യത്തേതിൽ അങ്ങനെയല്ല. ആദ്യത്തേതിൽ നമ്മൾ കാണുന്ന എപ്പിസ്കോപ്പസിയില് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ പ്രെസ്ബിറ്റേറിയൻ സിസ്റ്റത്തില് ഓരോ ലോക്കൽ ചർച്ചസും ഓരോ പ്രാദേശിക സഭയും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓരോ പ്രാദേശിക സഭയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഈ സിനഡിലേക്കും ഈ പ്രെസ്ബിറ്റർ എന്നുള്ള സംഘത്തിലേക്കും ഒക്കെ അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് താഴെ തട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് അവർക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലോക്കൽ ചർച്ചസ്, ഓരോ പ്രാദേശിക സഭകളും അധികാരം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രമീകരണമാണ് അല്ലെങ്കിൽ ഒരിടമാണെന്നുള്ളതാണ് ഈ പ്രെസ്ബിറ്റേറിയൻ സിസ്റ്റത്തിൽ അവർ വിശ്വസിക്കുന്നത്. അവർ ഇതിന് ഉപോദ്ബലകമായിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങള് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് ഈ തീത്തോസിനെ സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെയുള്ളതായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. അപ്പൊ പൗലോസ് തീത്തോസിനെ ഇങ്ങനെ ധനം, അതായത് കോൺട്രിബ്യൂഷൻ കയ്യിൽ കൊടുത്തുവിടുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അതായത് സഭ തിരഞ്ഞെടുത്തതാണ് തീത്തോസിനെ. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിനകത്ത് സഭ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ ലീഡേഴ്സായിട്ട് മാറി. അപ്പോൾ അവര് ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങള് ഓരോ സഭയ്ക്കുമാണ് അധികാരം, ഓരോ സഭയുമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഭരണ ക്രമീകരണമാണ് ഈ പ്രെസ്ബിറ്റേറിയൻ ചർച്ചസിൽ അവര് ഫോളോ ചെയ്യുന്നത്. അതിന്റെ ശക്തി എന്തെന്ന് ചോദിച്ചാൽ സഭകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഓരോ സഭയും അധികാരമുള്ള ഒരു സ്ഥലമാണെങ്കിലും ഈ സഭകൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഇവരെ ഒരുമിച്ച് നിർത്താനായിട്ട് ഈ സിസ്റ്റത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സഭയ്ക്ക് ഒരു ദുരുപദേശം പോലെയുള്ളതായിരിക്കുന്ന ഒരു അബദ്ധത്തിലേക്ക് ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചിന് ചെന്ന് ചാടാനായിട്ട് കഴിയില്ല. കാരണം ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഗ്രൂപ്പായിട്ട് ഒരു സംഘടിതമായിരിക്കുന്ന ഒരു ക്രമീകരണം അവരുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് ഇത് ആ അപകടത്തിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കുമെന്നൊക്കെയാണ് ഇവരുടെ ഒരു ചിന്ത. എന്നാൽ ഇത് ദൈവവചനപ്രകാരം നമുക്ക് പൂർണ്ണമായും വചനാധിഷ്ഠിതമായിരിക്കുന്ന ഒരു സഭാഭരണക്രമമായിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കുകയില്ല. തന്നെയല്ല ഇവര് പറയുന്നതായിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക്
ഈ 2 കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായമൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്നവർ പറയുന്ന ആ വാക്കുകൾ. അത് ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണല്ലോ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് സഭാഭരണക്രമം മുഴുവൻ ഈ 2 അധ്യായങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു വരുന്നു എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് സ്വീകാര്യമായിരിക്കുന്ന ഒന്നല്ല. പിന്നീട് ഉള്ളതായിരിക്കുന്ന മൂന്നാമത്തെ ഒരു മേജർ ഒരു വിഭാഗമാണ് കോൺഗ്രിഗേഷണൽ മോഡൽ എന്ന് പറയും. കോൺഗ്രിഗേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നിയുള്ളതായിരിക്കുന്ന ഒരു മോഡലാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡെമോക്രസി, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് വേൾഡ് ആണ്, ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ജനാധിപത്യം ഏതെങ്കിലുമൊക്കെ രൂപത്തില് ഫോമിലുണ്ട്. ചിലയിടത്ത് അത് പൂർണ്ണമായിരിക്കുന്ന നിലയിൽ കാണും, ചിലയിടത്ത് കുറച്ചൊക്കെ കാണും. എന്നാലും ജനാധിപത്യം എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന ഒരു ആശയമാണ്. അപ്പോ ഈ കോൺഗ്രിഗേഷണൽ മോഡൽ എന്ന് പറയുന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിന് ഊന്നൽ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു മോഡൽ. അതായത് ലോക്കൽ ചർച്ചിനാണ് എല്ലാ അധികാരം. ഒരു ലോക്കൽ ചർച്ചാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഒരു ലോക്കൽ ചർച്ചിന്റെ മുകളിൽ മറ്റാർക്കും ഒന്നും പറയാനോ ഒന്നും തീരുമാനിക്കാനോ കഴിയില്ല. അതിനകത്തൊരു വശമുണ്ട്, ഓരോ സ്ഥലം സഭകളും അതിൽ തന്നെ സ്വതന്ത്രമാണ്, ഓട്ടോണമസ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇന്റർഡിപ്പെൻഡൻസി ഉണ്ടല്ലോ. ഇൻഡിപെൻഡൻസി ആൻഡ് ഇന്റർഡിപ്പെൻഡൻസി ഒരുമിച്ച് പോകേണ്ടതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ കോൺഗ്രിഗേഷണൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ആ ലോക്കൽ ചർച്ചാണ് എല്ലാം തീരുമാനിക്കുന്നത്. ബാപ്റ്റിസ്റ്റ് സഭകള് ഈ ഒരു കോൺഗ്രിഗേഷണൽ മോഡലാണ്. അതുപോലെ ബൈബിൾ ചർച്ചസ് ഈ കോൺഗ്രിഗേഷണൽ മോഡൽ ഫോളോ ചെയ്യുന്നതായിരിക്കുന്ന സമൂഹങ്ങളാണ്. ലൂതറൻ സഭയിലെ ചില വിഭാഗങ്ങൾ, ഒരു വിഭാഗം ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് സഭയുടെ ഭൂരിപക്ഷ അഭിപ്രായമാണ് അവിടുത്തെ അന്തിമ തീരുമാനം എന്ന് പറയുന്നത്. സഭയുടെ ഭൂരിപക്ഷ അഭിപ്രായം, സഭ വോട്ടിട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് അപ്പുറത്തേക്ക് പിന്നെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അത് സഭയുടെ പാസ്റ്റർ ആയാലും കൊള്ളാം, ഡീക്കന്മാരായാലും കൊള്ളാം. അവിടെ എന്ത് കാര്യം തീരുമാനിക്കണമെങ്കിലും സഭ വോട്ടിട്ട് ഭൂരിപക്ഷം കിട്ടിയാൽ അത് സഭയുടെ തീരുമാനമായിട്ട് അങ്ങ് എടുക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കത് വളരെ നല്ല കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ അതിനകത്ത് ദൈവവചന പ്രകാരം അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഓരോ സഭയും ഇൻഡിപെൻഡന്റ് അല്ലേ? ഓരോ സഭയും അല്ലേ തീരുമാനിക്കേണ്ടത് അവിടെ എന്ത് നടക്കണം എന്നുള്ളത്? പക്ഷെ അതിനകത്തുള്ള ഒരു അപകടം എന്തെന്ന് ചോദിച്ചാൽ, ഒരു സഭ ഒരുമിച്ച് കൂടി അങ്ങ് തീരുമാനിക്കുകയാണ് ഈ വിഷയം, അല്ലെങ്കിൽ ഈ നേതൃത്വം, അല്ലെങ്കിൽ ഈ പാസ്റ്റർ, അദ്ദേഹത്തെ നമുക്ക് ഇനി വേണ്ട. സഭയിലെ ഭൂരിപക്ഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനം അങ്ങ് എടുത്തു, ഈ പാസ്റ്റർ ഇനി ഇവിടെ വേണ്ട. പിന്നെ ആ പാസ്റ്റർക്ക് അവിടെ തുടരാൻ പറ്റില്ല. അതാണ് ഈ കോൺഗ്രിഗേഷണൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്ററുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയിലെ നേതൃത്വത്തിന്റെ ജീവിതത്തില് ന്യായമായ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ പാളിച്ചകളോ പാപങ്ങളോ വചനവിരുദ്ധമായിരിക്കുന്ന നിലപാടുകളോ ഒക്കെ ഉണ്ടായാൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാനായിട്ടുള്ള ക്രമീകരണമുണ്ട്. എന്നാൽ ഇവര് പറയുന്നത് പോലെയുള്ളതായിരിക്കുന്ന ഒരു സിസ്റ്റം, അതിനകത്തൊരു അപകടമുണ്ട്. സ്വയം ഭരണവും ജനാധിപത്യ സ്വഭാവവും ഈ കോൺഗ്രിഗേഷണൽ സഭയുടെ അടിസ്ഥാന തൂണുകളാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്വയം ഭരണവും അതുപോലെ തന്നെ ജനാധിപത്യ സ്വഭാവവും. ഇംഗ്ലണ്ടിലാണ് ഈ സിസ്റ്റം ആരംഭിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം ഈ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമായിട്ടാണ് ഇവര് വാദിക്കുന്നത്. അതായത് സഭയാണ് തീരുമാനിച്ചത്. അപ്പോസ്തലന്മാർ സഭയോടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളു. അപ്പോൾ അവർ ഈ വാക്യത്തെ അല്ലെങ്കിൽ ഈ അധ്യായത്തെ സഭാഭരണക്രമത്തിന്റെ എല്ലാ ഓഫീസസിനും വേണ്ടി അവർ ഈ വാക്യം അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ എടുക്കാനായിട്ട് ഈ വാക്യം അനുവദിക്കുന്നില്ല. അതായത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായമാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സഭാസ്ഥാപനത്തിന് ദൈവം ഉപയോഗിച്ചതായിരിക്കുന്ന മിഷണറിമാരോ അല്ലെങ്കിൽ ചില മറ്റ് സഭകൾ, ഒരു സഭ മറ്റൊരു സ്ഥലങ്ങളിൽ പോയി സഭയുടെ എക്സ്റ്റൻഷൻ വർക്കുകളായിട്ട് നടന്നതായിരിക്കുന്ന പ്രവർത്തനങ്ങളോ, അങ്ങനെ പല രൂപത്തില് സഭകളുണ്ട്. അപ്പൊ സഭാ രൂപീകരണത്തിന് ദൈവം ഉപയോഗിച്ചതായിരിക്കുന്ന മിഷണറിമാരും അല്ലെങ്കിൽ ആളുകളും അവർക്ക് ഈ ലീഡർഷിപ്പിലേക്ക് ആളുകളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിൽ
അപ്പോയിന്റ് ചെയ്യുന്നതിൽ അവർക്കൊരു പങ്കുണ്ട്. അപ്പോൾ സഭയ്ക്ക് അതിനകത്ത് ഒരു പങ്കും ഇല്ല എന്നല്ല. ഒരു നേതൃത്വത്തിലേക്ക് ഡീക്കന്മാരെ നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭയിലെ എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും സഭ ഒരുമിച്ച് കൂടി വോട്ടിട്ട് ഒരാളെ മൂപ്പനായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരെ മൂപ്പനായിട്ട് തിരഞ്ഞെടുക്കുക അല്ല ചെയ്യുന്നത്. എന്നാൽ സഭയുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചാണ് മൂപ്പന്മാരായിട്ട് നമ്മൾ ആ ആളുകളെ നിയോഗിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച ആളുകളെ നാം മൂപ്പന്മാരായിട്ടും ഡീക്കന്മാരായിട്ടും നാം നിയോഗിക്കുക അല്ലെങ്കിൽ നിയമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഭ വോട്ടിട്ടു, അതുകൊണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ഒരു അപ്പീൽ ഇല്ല എന്നുള്ളതായിരിക്കുന്ന ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സഭയുടെ ദൈവവചനപ്രകാരമുള്ള സ്വഭാവത്തെ അത് ബാധിക്കും. ഭൂരിപക്ഷം പേര് ചേർന്നങ്ങ് തീരുമാനിച്ചാൽ എന്തും നടക്കുമെന്നുള്ളതായിരിക്കുന്ന ഒരു നിലയിലേക്ക് സഭകൾ പോകാനായിട്ട് പാടില്ല. എന്നാൽ ഈ ഒരു സിസ്റ്റം ദൈവവചനത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ഈ സിസ്റ്റം വിശ്വാസികളുടെ പൗരോഹിത്യത്തിന് ഓരോ വിശ്വാസിയും രാജകീയ പുരോഹിതന്മാരാണ്. ഓരോ വിശ്വാസിക്കും കർത്താവ് നൽകിയതായിരിക്കുന്ന എല്ലാ പദവിയും ഒരു സഭയിലുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും അതൊക്കെ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ തുല്യമായിരിക്കുന്ന നിലയിൽ ഉണ്ടെന്നുള്ളതായിരിക്കുന്ന പഠിപ്പിക്കലിന് വളരെ ഊന്നൽ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. പിന്നീട് ഉള്ള നാലാമത്തെ ഒരു സിസ്റ്റം, അതായത് ഒരു ക്രമീകരണവും വേണ്ട എന്ന് ചിന്തിക്കുകയും വാദിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. നോൺ ഗവൺമെന്റൽ സിസ്റ്റം. അതായത് ഒരു ക്രമീകരണവും വേണ്ട. ബ്രദറൻ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ബ്രദറൻ സഭ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ നാളുകളില് ജയൻ ഡാർബിയെ പോലെയൊക്കെയുള്ളതായിരിക്കുന്ന മഹാനായ ആ വ്യക്തി, അദ്ദേഹമൊക്കെ ഈ ഒരു ആശയം വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന ആളാണ്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സഭയിൽ ഭരണം നടത്തുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ആളുകൾ അവരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചോളും. സഭ തീരുമാനിക്കേണ്ട, നമ്മൾ തീരുമാനിക്കേണ്ട, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രമീകരണവും വേണ്ട എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതിയുള്ള ആളുകൾ ഇന്നും ഈ ബ്രദറൻ സഭയില് ആ സമൂഹത്തില് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയാണ് ഞാനിത് ആദ്യമായിട്ട് കണ്ടത് അവിടെയാണ്. അതായത് അവിടെ ആർക്കും ഒരു ശുശ്രൂഷയും നേരത്തെ അസൈൻ ചെയ്ത് കൊടുക്കില്ല. ലീഡ് ചെയ്യുന്ന ശുശ്രൂഷയാകട്ടെ, സങ്കീർത്തനം വായിക്കുന്നതാകട്ടെ, കർത്തൃമേശ പ്രബോധനമാകട്ടെ, മെയിൻ മെസ്സേജ് ആകട്ടെ, ഒന്നും ആർക്കും അസൈൻ ചെയ്യില്ല. എല്ലാവരും ഇങ്ങനെ വരും. അപ്പൊ അവിടെ ആരെങ്കിലും ഒരാള്, പ്രത്യേകിച്ച് മൂപ്പൻ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ഒരാളെ സഭ പൊതുവെ അങ്ങ് പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കും പ്രബോധിപ്പിക്കാം, ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കും കർത്തൃമേശയിൽ മേശ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാം, ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കും വചനം പ്രസംഗിക്കാം. അപ്പൊ ഈ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആളുകൾ എന്നുള്ള നിലയില് ഉള്ള ഒരു സിസ്റ്റം, അത് ജയൻ ഡാർബിയുടെ ഒക്കെ കാലത്ത് അത് വലിയ പ്രശ്നമൊക്കെ കൂടാതെ നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആത്മപ്രേരണയിൽ ഇന്ന് ഒരു സിസ്റ്റത്തിന് നിലനിൽക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തായാലും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തായാലും അതിനകത്ത് തെറ്റുവരില്ലല്ലോ. പക്ഷേ ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ ഉള്ള ഒരു സഭയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല. എല്ലാവരും നല്ല ഭക്തന്മാരും ആത്മാവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തില് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഭക്തന്മാരാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? പലരും ആത്മപ്രേരണയാൽ ഒരുമിച്ച് എഴുന്നേറ്റുന്നു വരും. അത് വലിയ ഇഷ്യൂ ആയിട്ട് ചിലപ്പോൾ മാറും. അത് അടിപിടിയും ഗ്രൂപ്പിസവും ഭിന്നതയും പിളർപ്പും ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നോൺ ഗവൺമെന്റൽ സിസ്റ്റം എന്നുള്ളതായിരിക്കുന്ന ഒരു പരിപാടി കർത്താവിന്റെ സഭയിൽ കർത്താവ് വെച്ചിട്ടില്ല. അവര് പറയുന്നത് ഇങ്ങനെ പുരോഹിതന്മാരെന്നോ ഐമേനികളെന്നോ അല്ലെങ്കിൽ അധികാരം നടത്തുന്ന ആളുകളെന്നോ അല്ലെങ്കിൽ അധികാരം നടത്തപ്പെടുന്ന, അല്ലെങ്കിൽ ആരുടെ മേലാണ് അധികാരം നടത്തുന്നത്, അധികാരം നടത്താൻ ഒരാള്, ഭരിക്കപ്പെടുന്നവരും ഭരിക്കുന്നവരും എന്നുള്ളതായിരിക്കുന്ന ഒരു സിസ്റ്റം സഭയില് ആവശ്യമില്ല. അങ്ങനെ ഒരു ക്രമീകരണം കർത്താവിനില്ല. എല്ലാവരും ഒരേപോലെ രാജകീയ പുരോഹിതന്മാരാണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രമീകരണം, ഒരു ഭരണക്രമം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന
ആളുകളാണ്. എന്നാൽ അത് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഭരണ ക്രമീകരണം അതെന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവസഭയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നൽകിയിരിക്കുന്ന ഭരണ ക്രമീകരണം എന്താണ്? അത് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ കാണുന്നത് തന്നെയാണ്. അതായത് 2 അധികാരങ്ങളാണ് സഭയിൽ കർത്താവ് കൊടുത്തിരിക്കുന്നത്. 1 മൂപ്പന്മാരും 2 ഡീക്കന്മാരും. ഈ മൂപ്പന്മാര് എന്നുള്ളത് അത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഭകൾ തോറും മൂപ്പന്മാർ, സഭകൾക്ക് മൂപ്പന്മാരെ നിയമിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന മാതൃക. അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത് അതാണ്, അപ്പസ്തോലന്മാർ പ്രാക്ടീസ് ചെയ്തത് അതാണ്. അപ്പൊ ഇതാണ് ദൈവവചനപ്രകാരമുള്ള ഐഡിയൽ ആയിരിക്കുന്ന ഒരു ഭരണക്രമം എന്ന് പറയുന്നത്. മൂപ്പന്മാരാൽ സഭ ഭരിക്കപ്പെടുക. മൂപ്പന്മാരെ ആരാണ് നിയമിക്കുന്നത്? നമുക്ക് ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ള ആളുകളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. സഭയല്ല മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സഭയിലെ വിശ്വാസികളുടെ സ്വീകാര്യത അതിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നല്ല സാക്ഷ്യം കൊണ്ടവർ. ഈ സാക്ഷ്യം കൊള്ളുന്നത് എവിടെയാണ്? അത് സഭയിലാണ്. അപ്പൊ സഭയിൽ നല്ല സാക്ഷ്യം കൊണ്ടുവരെന്ന് പറഞ്ഞാൽ സഭയിലുള്ള വിശ്വാസികൾക്ക് സമ്മതരായിരിക്കുന്ന ആളുകൾ ആയിരിക്കണം മൂപ്പന്മാരായിട്ട് നിയമിക്കപ്പെടേണ്ടത്. ഇനി പ്ലൂരാലിറ്റി ഓഫ് എൽഡേഴ്സ് എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു സഭയില് ഒരാൾ മാത്രമേ ഒരു മൂപ്പനാകുവാനായിട്ട് യോഗ്യതയുള്ള ആളായിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹത്തെ മൂപ്പനായിട്ട് നിയമിക്കണമോ? അതോ 2 പേരെങ്കിലും അവിടെ മൂപ്പന്മാരായിട്ട് ചുമതല ഏൽക്കുവാൻ വളർന്നു വരുന്നത് വരെ നിയമിക്കാതിരിക്കണമോ? അത് ഒരു പ്രായോഗിക ചോദ്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ സഭകൾ തോറും മൂപ്പന്മാരെ നിയമിച്ചു എന്നുള്ള പ്രയോഗമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഒരു സ്ഥലത്ത് പോലും ഒരു സഭയിൽ ഒരു മൂപ്പനെ നിയമിച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രയോഗമില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? സഭകൾക്ക് ഒന്നിലധികം മൂപ്പന്മാർ വേണമെന്നുള്ളത് തന്നെയാണ്. ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ആദ്യ കാലത്ത് എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നായിരിക്കുന്ന യാക്കോബിന്റെ ലേഖനത്തിലും യാക്കോബ് എഴുതുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ദീനമായി കിടക്കുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നത്, അവിടെ മൂപ്പൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ നടത്തുന്നവർ എന്നാണ്. അപ്പോൾ അവിടെയും ഒന്നിലധികം ആളുകളുണ്ട്. അപ്പോ സഭയെ നയിക്കുന്ന ആളുകൾ മൂപ്പന്മാരാണ്. ഒന്നിലധികം ആളുകൾ വേണം. അപ്പൊ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഈ 2 പേരെ അല്ലെങ്കിൽ 3 പേരെയൊക്കെ മൂപ്പന്മാരായിട്ട് നിയമിച്ചു, ഇനിയിപ്പോ 2 പേരെ ഒരു സഭയിൽ മൂപ്പന്മാരായിട്ട് നിയമിച്ചു, അതിൽ ഒരാള് പെട്ടെന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നങ്ങ് വിചാരിക്കുക. അപ്പൊ അവിടെ പിന്നെ ഒരു മൂപ്പനായിട്ട് അവശേഷിച്ചില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് തുടരാനായിട്ട് ധാർമ്മികമായിട്ടും അല്ലെങ്കിൽ ദൈവവചനപ്രകാരം അർഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പൊതുവെ വിശ്വാസഗോളത്തില് നമ്മളെ പോലെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഈ ഭരണക്രമത്തിൽ വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കുന്ന സമൂഹങ്ങളില് നമ്മളാരും അങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്ന് നമ്മൾ ആരും പറയാറില്ല. നമ്മുടെ ഇടയിൽ നമ്മൾ അത് ചെയ്യാറുമില്ല, പറയാറുമില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ ചില ചോദ്യങ്ങളാണ്. എന്നാലും ദൈവവചനപ്രകാരം ഐഡിയൽ ക്രമീകരണം എന്ന് പറയുന്നത് മൂപ്പന്മാർ എന്നുള്ളതാണ്. പിന്നീട് മൂപ്പന്മാരുടെ കൂടെ മൂപ്പന്മാരുടെ ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യുവാനായിട്ട്, സഹായിക്കുവാനായിട്ട്, സഭയിലെ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനായിട്ട് ഡീക്കന്മാരെയും ആണ് കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഡീക്കന്മാരെ കുറിച്ചും നമ്മൾ 1 തീമോഥെയോസിന്റെ ലേഖനത്തിലെ 3-ാം അധ്യായത്തില് വിശദമായിട്ട് വായിക്കുന്നുണ്ട്. ഡീക്കന്മാരെ എന്തിനു വേണ്ടിയാണ് നിയോഗിക്കുന്നത് എന്നുള്ളത് അവരുടെ ക്വാളിഫിക്കേഷൻസ് പറയുന്നതിനകത്ത് ചില സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സഭയുടെ ദൈവവചനപ്രകാരമുള്ള ഭരണ ക്രമീകരണം എന്തെന്ന് ചോദിച്ചാൽ മൂപ്പന്മാരും ഡീക്കന്മാരുമാണ്. ഈ 2 ഓഫീസസ് ആണ് പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 2 ഓഫീസസും സഭയിൽ അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ, ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു സഭയാവുകയില്ലേ? ഇപ്പൊ ഒരു സഭയിലെ മൂപ്പന്മാരുമില്ല, ഡീക്കന്മാരുമില്ല, അതുകൊണ്ട് ആ സഭ പുതിയ നിയമ രീതിക്ക് അനുസരിച്ചുള്ള ഒരു സഭ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഒരു ഐഡിയൽ സഭ മൂപ്പന്മാരാലും ഡീക്കന്മാരാലും
നയിക്കപ്പെടുന്നതാണെന്നുള്ളത് ശരിയാണ്. ഇനിയിപ്പോ മൂപ്പന്മാർ ഇല്ലെങ്കിലും ഒരു സഭ സഭ തന്നെയാണ്, ഡീക്കന്മാർ ഇല്ലെങ്കിലും ഒരു സഭ സഭ തന്നെയാണ്, അല്ലെ? ഒരു സഭ സഭയാകുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾ കർത്താവിന്റെ നാമത്തിൽ എന്തുദ്ദേശത്തിന് വേണ്ടി സഭ കൂടുന്നുവോ ആ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിനെയാണല്ലോ സഭ എന്ന് വിളിക്കുന്നത്. എന്നാൽ ആ സഭയുടെ വളർച്ചയ്ക്കും ആ സഭയിലൂടെ ഒരു വിശ്വാസിയെ തികഞ്ഞവരാക്കി തീർക്കുന്ന ആ ദൈവീക പരിപാടിക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് മൂപ്പന്മാരും ഡീക്കന്മാരും എന്ന് പറയുന്നത്. അപ്പോ പുതിയ നിയമത്തിൽ മൂപ്പന്മാരാലും ഡീക്കന്മാരാലും ഭരിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരു സഭ. എന്നാൽ ആ അധികാരം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സഭയെ സേവിക്കുക, സഭയെ സെർവ് ചെയ്യുന്നതായിരിക്കുന്നത്. അധികാരത്തെ കുറിച്ചൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. സെർവൻ ലീഡർഷിപ്പ് എന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കുകയും പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു നല്ല ലീഡർഷിപ്പ് ഒരു സഭയ്ക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു ഭരണക്രമം ഒരു സഭയുടെ ഫങ്ഷൻ ആവശ്യമാണ്. സഭയുടെ നിലനിൽപ്പിന്, സഭയുടെ വളർച്ചയ്ക്ക്, സഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ ഭരണക്രമീകരണം ആവശ്യമാണ്, അത് അനിവാര്യമാണ്. ദൈവം നമ്മുടെയൊക്കെ സഭകളിൽ അങ്ങനെയുള്ള നല്ല ഭരണക്രമങ്ങള്, ദൈവവചനപ്രകാരമുള്ള ഭരണക്രമങ്ങൾ നമ്മുടെയൊക്കെ സഭകൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇനിയും ദൈവം അത് തരട്ടെ. ഒരു മൂപ്പൻ മാത്രമുള്ള സഭകൾക്ക് ദൈവം കൂടുതൽ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. കൂടുതൽ ആളുകളെ വേഗത്തിൽ പരിശീലിപ്പിച്ച് വളർത്തി ആ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ആക്കുവാനായിട്ട് ദൈവം സംഗതിയാക്കട്ടെ. അപ്പോൾ ദൈവവചനപ്രകാരം ദൈവത്തിന്റെ പരിപാടിയായിരിക്കുന്ന സഭ ഇന്ന് ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന്റെ ഹിതം ഇന്ന് ലോകത്തിൽ നിറവേറ്റുവാനായിട്ട് ദൈവത്തിന്റെ സഭയെ ദൈവം ഇന്ന് ഭൂമിയിൽ വെച്ചിരിക്കുന്നു. ആ സഭ ഈ ഉദ്ദേശം നിവർത്തിക്കണമെങ്കിൽ ഒരു ഭരണക്രമം സഭയ്ക്ക് ആവശ്യമാണ്. ആ ഭരണക്രമം എങ്ങനെയാണ് ചരിത്രത്തിൽ പല രൂപത്തിൽ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതും ദൈവവചനപ്രകാരം ആ ക്രമീകരണം എന്താണെന്നുള്ളതുമാണ് നാം ചുരുക്കമായിട്ട് ചിന്തിച്ചത്. ദൈവം നമ്മയൊക്കെ ഈ വചനസത്യങ്ങൾ കണ്ടെത്തി, ഈ വചനസത്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു ക്രമീകരണം നമ്മുടെയൊക്കെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നല്ല ക്രമീകരണങ്ങൾ വിജയകരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ദൈവമഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന കൂടിവരവുകളായിട്ട് നമ്മുടെ പ്രാദേശിക സഭകളൊക്കെ തീരട്ടെ. ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭാഭരണക്രമം സഭയിലും ചരിത്രത്തിലും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുവാൻ ദൈവം പ്രിയ സുനിൽ ഇബ്രാം സഹോദരനെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സുനിൽ സഹോദരനോടും ഈ ക്ലാസ് ഈ നിലയിലേക്ക് കൈകാര്യം ചെയ്തതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.